കെമിക്കൽ ഫോർമുല എഴുതുന്നതിന് വേണ്ടി നമുക്ക് അയോൺസ് എന്താണെന്നും കൂടി അറിയേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അയോൺസ്, ION, അയോണിൻ്റെ സ്പെല്ലിംഗ് ശ്രദ്ധിക്കണം, അയോൺ. ഓക്കെ, മോളിക്യൂൾസ് ഓഫ് എലമെൻറ്റ് പറഞ്ഞു, മോളിക്യൂൾസ് ഓഫ് കോമ്പൗണ്ട് പറഞ്ഞു, അതിൻ്റെ കൂടെ അയോൺസ് ആർ ഓൾസോ ദർ. ഓക്കെ, ഓക്കെ. സോ അയോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ചാർജ്ഡ് സ്പീഷീസ് ആർ നോൺ ആസ് അയോൺസ്. അയോൺസിന് ചാർജുകളുണ്ട്. അതായത് സോഡിയം ആറ്റം എടുത്തു കഴിഞ്ഞാൽ, സോഡിയം ആറ്റം ന്യൂട്രലാണ്. അപ്പോൾ സോഡിയം ആറ്റത്തിൽ നിന്ന് ഒരു ഇലക്ട്രോൺ പുറത്തു പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അതൊരു അയോണായി മാറും. അപ്പോൾ ഒരു ഇലക്ട്രോൺ പുറത്തു പോകുമ്പോൾ ഒരു പോസിറ്റീവ് ചാർജ് അതിന് ലഭിക്കും. അതേപോലെ ക്ലോറിൻ ആറ്റം ന്യൂട്രലാണ്. ഒരു ഇലക്ട്രോൺ ക്ലോറിൻ്റെ കൂടെ ആഡ് ആയി കഴിഞ്ഞാൽ അതിന് ഒരു നെഗറ്റീവ് ചാർജും കിട്ടും. അതായത് ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ആറ്റം എടുക്കുക, എക്സ് എന്നാണെന്ന് പേര് എന്ന് വിചാരിക്കുക. ഈ ആറ്റത്തിൽ എന്തുണ്ടാവും? ഇലക്ട്രോൺസ് ഉണ്ടാവും, പ്രോട്ടോൺസ് ഉണ്ടാവും, ന്യൂട്രോൺസ് ഉണ്ടാവും. അപ്പോൾ 10 ഇലക്ട്രോൺ ഉണ്ടെന്ന് വിചാരിക്കുക. 10 ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ 10 പ്രോട്ടോണും ഉണ്ടാവും. അതായത് ഓരോ ആറ്റവും ന്യൂട്രലാണ്. 10 ഇലക്ട്രോണും 10 പ്രോട്ടോണും ഉണ്ടാവും. ഈക്വൽ നമ്പർ ഓഫ് ഇലക്ട്രോണും ഈക്വൽ നമ്പർ ഓഫ് പ്രോട്ടോണുമാണ് ഉണ്ടായിരിക്കുക. ഓക്കെ, ഇനി ഈ എക്സിൽ നിന്ന് ഒരു ഇലക്ട്രോൺ പുറത്തു പോയി കഴിഞ്ഞാൽ, ഈ എക്സിൽ നിന്ന് ഒരു ഇലക്ട്രോൺ പുറത്തു പോന്നു. ഒരു ഇലക്ട്രോൺ പുറത്തു പോയി കഴിഞ്ഞാൽ പിന്നെ എന്തില്ല? 10 ഇലക്ട്രോൺ ഇല്ലല്ലോ. 10 ഇലക്ട്രോൺ ഇല്ല. എത്രയേ ഉള്ളൂ? 9 ഇലക്ട്രോണേ ഉള്ളൂ. ഓക്കെ, അതായത് 9 നെഗറ്റീവ് ചാർജും 10 പോസിറ്റീവ് ചാർജുമാണ് പിന്നെയുള്ളതല്ലേ. അപ്പോൾ ഇഫക്റ്റീവ് ചാർജ് എത്ര വരും? -9ഉം +9 അല്ലേ, 10 - 9 അപ്പോഴെത്ര വരും? 1 എന്ന് വരും. അതായത് ഇഫക്റ്റീവ്ലി ഇതിനൊരു പോസിറ്റീവ് ചാർജ് അധികമല്ലേ, കാരണം 9 ഇലക്ട്രോണും 10 പ്രോട്ടോണും ഉണ്ട്. അപ്പോൾ ഒരു പ്രോട്ടോൺ അധികമാണ്, അതിൻ്റെ ചാർജ് പ്ലസ് എന്ന് പറയും. അപ്പോൾ ഇലക്ട്രോൺ പോയി കഴിഞ്ഞാൽ ആറ്റത്തിന് പോസിറ്റീവ് ചാർജ് വരും. ഒരു ഇലക്ട്രോണാണ് വരുന്നതെങ്കിൽ 1+, 2ആണെങ്കിൽ 2+, 3 പോയി കഴിഞ്ഞാൽ 3+, അങ്ങനെ. ഓക്കെ, ഇനി ഇതേ കേസ് ഞാൻ പറഞ്ഞ സെയിം എക്സാമ്പിൾ, 10 ഇലക്ട്രോൺ 10 പ്രോട്ടോൺ ഉണ്ട്. ഇതിൽ ഒരു ഇലക്ട്രോൺ വരികയാണ് ചെയ്തതെന്ന് വിചാരിക്കുക. ഇലക്ട്രോൺ പോകുന്നതിന് പകരം ഒരു ഇലക്ട്രോൺ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? 11 ഇലക്ട്രോണും 10 പ്രോട്ടോണും അല്ലേ ഉള്ളത്. 11 ഇലക്ട്രോണും 10 പ്രോട്ടോണും. അതായത് മൈനസ് ചാർജ് 11ഉം പ്ലസ് ചാർജ് 10ഉം. ഇഫക്റ്റീവ് ചാർജ് എത്ര വരും? മൈനസാണ് വരിക അല്ലേ. അപ്പോൾ നമ്മൾ എഴുതും എക്സ് 1- അല്ലെങ്കിൽ മൈനസ്. 2 ഇലക്ട്രോൺ ആഡ് ആയിട്ടുണ്ടെങ്കിൽ എക്സ് 2-. 3 ഇലക്ട്രോൺ ആണെങ്കിൽ 3-. ഓക്കെ, അപ്പോൾ അയോൺസ് ക്ലിയർ ആയല്ലോ. ഇപ്പോൾ എനർജി കൂടിക്കഴിഞ്ഞാൽ ഹൈ ടെമ്പറേച്ചറിൽ ഒക്കെ എന്ത് സംഭവിക്കും? ആറ്റംസ് അയോൺസായി മാറും. ഓക്കെ, സ്പെഷ്യൽ കണ്ടീഷൻസിൽ. അപ്പോൾ അയോൺസായി മാറുമ്പം ചില സമയത്ത് ഇലക്ട്രോൺ ലോസ് ആവാം, ചില സമയത്ത് ഇലക്ട്രോൺസ് ഗെയിൻ ചെയ്യാം. ഓക്കെ, ഇലക്ട്രോൺ ലോസ് ആണ് വരുന്നതെങ്കിൽ പോസിറ്റീവ് ചാർജും, ഇലക്ട്രോൺ ഗെയിൻ ആണ് വരുന്നതെങ്കിൽ നെഗറ്റീവ് ചാർജും ഉണ്ടാവും അയോൺസിന്. ഓക്കെ, അപ്പോൾ ഇവിടെ സോഡിയത്തിൻ്റെയും ക്ലോറിൻ്റെയും അയോൺസ് എക്സാമ്പിളായിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത് എത്ര ചാർജ് വരും എന്നുള്ളതൊക്കെ ആറ്റത്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു കേട്ടോ. അങ്ങനെ തോന്നിയ പോലെ ചാർജസ് വരാൻ പറ്റില്ല, ഓരോന്നിനും ഓരോ കണക്കുകളുണ്ട്. അതായത് ഇതിൻ്റെ വാലൻസിയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു കേട്ടോ. വാലൻസിയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. വാലൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പൈനിങ് കപ്പാസിറ്റിയാണ്. വാലൻസി ഈസ് കമ്പൈനിങ് കപ്പാസിറ്റി. ഓക്കെ, ഇനി ഇവിടെ ഒരു ടേബിളായി അയോൺസ് കൊടുത്തിട്ടുണ്ട് കണ്ടല്ലോ. അപ്പോൾ ഇതും ഒറ്റ ഇരിപ്പിന് നിങ്ങൾ ബൈഹാർട്ട് പഠിക്കേണ്ട. ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പം ഓട്ടോമാറ്റിക്കലി നമുക്ക് ബൈഹാർട്ട് ആയിക്കോളും കേട്ടോ. അപ്പോൾ സോഡിയം ആണെങ്കിൽ Na+, പൊട്ടാസ്യം K+, സിൽവറിൻ്റെ അയോൺ Ag+, ഹൈഡ്രജൻ H+, ഇത്രയും അയോൺസ് എല്ലാം ഒന്ന് നോക്കണം. ഇനി ഇവിടെ കുറച്ച് പോളി അറ്റോമിക് അയോൺസ് ഉണ്ട്. അതായത് എ ഗ്രൂപ്പ് ഓഫ് അയോണാണ്, കോമ്പൗണ്ട് അയോണാണ്. OH-. അതായത് ഇവർ ഒന്നിച്ച് തന്നെയാണ് നിൽക്കുക. ഈ അയോൺസ് മൊത്തം ഒന്നിച്ച് നിൽക്കും. നമ്മൾ കെമിക്കൽ ഫോർമുല എഴുതുമ്പം ഇവരെ നമ്മൾ ഒന്നായിട്ട് വേണം കണക്കാക്കാൻ. ഓക്കെ, ഫോസ്ഫേറ്റ് അയോൺ. ഇവിടെ നോൺ മെറ്റാലിക് എലമെൻറ്റും
ഇവിടെ ഇതൊക്കെ മെറ്റാലിക്കുമാണ് കേട്ടോ. മെറ്റൽസും ഇവിടെ നോൺ മെറ്റൽസുമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും മെറ്റൽസിനൊക്കെ പോസിറ്റീവ് അയോൺസും നോൺ മെറ്റൽസിന് നെഗറ്റീവ് അയോൺസുമാണ് വരുന്നത്. ഓക്കെ, ഇനി കെമിക്കൽ ഫോർമുല എങ്ങനെ എഴുതാൻ നോക്കാം. ജസ്റ്റ് എ മിനിറ്റ്. കെമിക്കൽ ഫോർമുല. ഓക്കെ, നമ്മൾ കെമിക്കൽ ഫോർമുല എഴുതി കഴിഞ്ഞാൽ ഇപ്പോൾ സോഡിയം ക്ലോറൈഡ് നമ്മൾ മുമ്പേ പഠിക്കുന്നതാണല്ലോ. സോഡിയം ക്ലോറൈഡ് NaCl ആണല്ലേ. അപ്പോൾ ഇതിൻ്റെ ചാർജുകൾ നോക്കിക്കഴിഞ്ഞാൽ സോഡിയത്തിന് ഒരു പോസിറ്റീവ് ചാർജും സോഡിയത്തിന് ഒരു പോസിറ്റീവ് ചാർജും ക്ലോറിന് ഒരു നെഗറ്റീവ് ചാർജുമാണ് ഉള്ളത്. അപ്പോൾ നോക്കിയേ, 1 + 1 - ആസ് എ ഹോൾ ടോട്ടൽ ചാർജ് 0 വരും അല്ലേ. അതായത് ഇവിടെ ചാർജസ് ഓർ വാലൻസി, ചാർജ് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ പ്ലസ്, ഇതിൻ്റെ വാലൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ Na+ എന്ന് പറയുമ്പോൾ അതിൻ്റെ വാലൻസി 1 ആണ്. Cl- എന്ന് പറയുമ്പം അതിൻ്റെ വാലൻസി 1 ആണ്. ഇതിനെന്തുണ്ട്, ഒരു പ്ലസ് ചാർജ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ചാർജ് 1+ ആണ്. ഇതിൻ്റെ ചാർജ്, ക്ലോറിൻ്റെ ചാർജ് 1- ആണ്. ഓക്കെ, ചാർജ് എന്ന് പറയുമ്പോൾ നമ്മൾ സിമ്പൽ കൺസിഡർ ചെയ്യണം. ഇതിൻ്റെ ലെഫ്റ്റ് വരുന്ന നമ്പറാണ് അതിൻ്റെ വാലൻസി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ വാലൻസി അല്ലെങ്കിൽ ചാർജ് എന്ത് ചെയ്യണം, ബാലൻസ് ചെയ്യണം. ഒരു ഇതിൽ ബാലൻസ് ആവണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, കോമ്പൗണ്ട് എഴുതി കഴിഞ്ഞാൽ, അതായത് ഏതൊരു കോമ്പൗണ്ട്, ഇപ്പോൾ വാട്ടർ, കാർബൺ ഡൈ ഓക്സൈഡ് ഒന്നും തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് ഷോക്ക് വരുമോ, ഒന്നും ചെയ്യുന്നില്ലല്ലോ. അതിന് പ്രത്യേകിച്ചൊരു ചാർജ് ഇല്ല, ന്യൂട്രലായിട്ടിരിക്കണം. അപ്പോൾ ബാലൻസ് ചെയ്യണം എന്നർത്ഥം. ഓക്കെ, ഇനി when a compound consists of a metal and a non-metal, the name or a symbol of the metal is written first. അതായത് നമ്മളിപ്പോൾ സോഡിയം ക്ലോറൈഡിൽ സോഡിയം മെറ്റലാണ്, ക്ലോറിൻ നോൺ മെറ്റലാണല്ലേ. ഇതൊരു സോളിഡ് ഫോമിലാണ്, ഇത് ഗ്യാഷ്യസ് ഫോമിലാണ്, പക്ഷേ കമ്പൈൻ ചെയ്ത് കിട്ടുന്നത് സോളിഡ് ഫോമാണ്. അപ്പോൾ നമ്മൾ പേരുകൾ കെമിക്കൽ ഫോർമുല എഴുതുമ്പം ആദ്യം മെറ്റൽ പിന്നെ നോൺ മെറ്റൽ, ആ ഓർഡറിൽ വേണം എഴുതാൻ. കാൽസ്യം ഓക്സൈഡിൽ കാൽസ്യം മെറ്റലാണ്, ഓക്സിജൻ നോൺ മെറ്റലാണ്. അതേപോലെ ഇപ്പോൾ കോപ്പർ ഓക്സൈഡ് ഏതെടുത്തു കഴിഞ്ഞാലും അങ്ങനെ തന്നെ. ഓക്കെ, whereas ഓക്സിജൻ, ക്ലോറിൻ, സൾഫർ ആർ നോൺ മെറ്റൽസ് ആൻഡ് ആർ റിട്ടൺ ഓൺ ദ റൈറ്റ്, whereas കാൽസ്യം, സോഡിയം, അയൺ ആൻഡ് കോപ്പർ ആർ മെറ്റൽസ് ആൻഡ് ആർ റിട്ടൺ ഓൺ ദ ലെഫ്റ്റ്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഇനി ഇൻ കോമ്പൗണ്ട്സ് ഫോംഡ് വിത്ത് പോളി അറ്റോമിക് അയോൺസ്, ദ അയോൺ ഈസ് എൻക്ലോസ്ഡ് ഇൻ എ ബ്രാക്കറ്റ് ബിഫോർ റൈറ്റിംഗ് ദ നമ്പർ ടു ഇൻഡിക്കേറ്റ് ദ റേഷ്യോ. അതായത് നമ്മളിപ്പോൾ സോഡിയം ഹൈഡ്രോക്സൈഡ് ആണെങ്കിൽ NaOH എന്ന് എഴുതാം. അതേസമയം മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് ആണെങ്കിൽ ഫോർമുല നമ്മൾ മുമ്പേ പഠിച്ചിട്ടുണ്ട്, MgOH ട്വൈസ് ആണല്ലേ. അപ്പോൾ ഈ ട്വൈസ് എന്ന് പറയുന്ന 2 വരുന്നത് ഈ OH എന്ന് പറയുന്ന പോളി അറ്റോമിക് അയോണിൻ്റെ 2നും കൂടിയാണ്. അപ്പോൾ എന്ത് ചെയ്യണം, ഒരു ബ്രാക്കറ്റ് ഇട്ടിട്ട് വേണം എഴുതാൻ. ഈ 2 OHക്കും Hനും ഈ OHനും മൊത്തത്തിൽ ആപ്ലിക്കബിൾ ആണ് എന്നർത്ഥം. ഓക്കെ, ഇനി എങ്ങനെയാണ് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം, എങ്ങനെയാണ് എഴുതേണ്ടതെന്ന്. അപ്പോൾ കെമിക്കൽ ഫോർമുല എഴുതാനുള്ള ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ നമ്മൾ അതിൻ്റെ വാലൻസി അറിഞ്ഞിരിക്കണം. അപ്പോൾ വാലൻസിയുടെ ടേബിള്, ആ ചാർജ് കൊടുത്തിരിക്കുന്ന ആ ഒരു ടേബിള് നമ്മൾ വായിച്ച് ജസ്റ്റ് ബൈ ഹാർട്ട് ചെയ്യണം സാവധാനത്തിൽ. ഓക്കെ, എന്നാൽ മാത്രമേ നമുക്ക് ഏത് കോമ്പൗണ്ടിൻ്റെ കെമിക്കൽ ഫോർമുല ചോദിച്ചാലും നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇവിടെ നമുക്ക് ഹൈഡ്രജൻ ക്ലോറൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ HCl തന്നെയാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന് നമ്മൾ പറയുന്നത്, HCl. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ബൈ ഹാർട്ട് ചെയ്യണം, അല്ലെങ്കിൽ ടേബിൾ റെഫർ ചെയ്യുക തൽക്കാലം, എന്നിട്ട് പിന്നീട് ബൈ ഹാർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ Hൻ്റെ വാലൻസി 1 ആണ്, ക്ലോറിൻ്റെ വാലൻസി 1 ആണ്. നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ HCl ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ H എഴുതി, Cl എഴുതി. ഇതിൻ്റെ കെമിക്കൽ ഫോർമുലയാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഹൈഡ്രജൻ്റെ വാലൻസി 1, ക്ലോറിൻ്റെ വാലൻസി 1. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഈ വാലൻസി അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. H×1 എന്ന് പറയുമ്പോൾ ഒരു ഹൈഡ്രജൻ, H×Cl എന്ന് പറയുമ്പോൾ ഒരു Cl, അപ്പോൾ ഫോർമുല HCl അങ്ങനെ വരും. ഓക്കെ, ഓരോന്നും നമുക്ക് നോക്കാം. വളരെ സിമ്പിളായ കാര്യമാണ്. കെമിക്കൽ ഫോർമുല അഥവാ മറന്നുപോയാൽ പോലും നമുക്കിതുപോലെ എഴുതി കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇനി നമ്മൾ അലുമിനിയം ഓക്സൈഡ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ അലുമിനിയം ഓക്സൈഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ആ പേരിൽ നിന്ന് തന്നെ അറിയാം അലുമിനിയം ഉണ്ട്, ഓക്സിജൻ ഉണ്ട് എന്നുള്ള കാര്യം പേരിൽ നിന്ന് തന്നെ അറിയാം. ഓക്കെ, അലുമിനിയത്തിൻ്റെ വാലൻസി നമ്മൾ നോക്കണം.
അപ്പോൾ മെറ്റലിൽ അലുമിനിയം എടുക്കുക. അലുമിനിയത്തിൻ്റെ വാലൻസി ഉണ്ടോ? Al3+ എന്നാണ് ഉള്ളത്. അതായത് 3 പോസിറ്റീവ് ചാർജ് ഉണ്ട്. അല്ലെങ്കിൽ അലുമിനിയത്തിൻ്റെ വാലൻസി ഈ നമ്പർ 3 മാത്രം, അത് മാത്രം നോക്കിയാൽ മതി. സോറി, ഓക്കെ, അലുമിനിയത്തിൻ്റെ നമ്പർ മാത്രം നോക്കിയാൽ മതിയാവും. ഓക്കെ, അലുമിനിയത്തിൻ്റെ വാലൻസി 3 ആണ്. ഓക്സിജൻ്റെ വാലൻസി ടേബിൾ എടുക്കുക. ഓക്സിജൻ്റെ വാലൻസി O2- ആണ് കൊടുത്തിരിക്കുന്നത്. O2- ആണ്. അപ്പോൾ 2- മൈനസ് സിമ്പിൾ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല, നമ്പർ നോക്കുക 2. അപ്പോൾ എന്ത് ചെയ്യുക? 2. ഓക്സിജൻ്റെ വാലൻസി 2, രണ്ടിൻ്റെയും വാലൻസി എഴുതി. ഇനി എന്ത് ചെയ്യുക? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ അലുമിനിയം ഇൻറ്റു 2 ആണ് വരുന്നത് അല്ലേ? അലുമിനിയം ഇൻറ്റു 2, അപ്പോൾ എന്ത് വരും? Al2, 2 അലുമിനിയം. ഓക്സിജൻ ഇൻറ്റു 3 ആണ്, അപ്പോൾ ഓക്സിജൻ ഇൻറ്റു 3, Al2O3 ആണ് അലുമിനിയം ഓക്സൈഡിൻ്റെ ഫോർമുല. ഇങ്ങനെ ഓരോന്നിൻ്റെയും വാലൻസി അറിയാമെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. ഓക്കെ, ഒരെണ്ണം കൂടി നോക്കാം. ഫോർമുല ഓഫ് കാർബൺ ടെട്രാക്ലോറൈഡ്. അപ്പോൾ കാർബൺ ക്ലോറൈഡ് ആണല്ലോ വരുന്നത്. അപ്പോൾ കാർബൺ ഉണ്ട്, ക്ലോറിൻ ഉണ്ട്. കാർബണിൻ്റെ വാലൻസി 4 ആണ്. ക്ലോറിൻ്റെ വാലൻസി 1 ആണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. C×1 C. Cl×4 എന്ന് പറയുമ്പോൾ 4 ക്ലോറിൻ ഉണ്ട്, അപ്പോൾ CCl4. എളുപ്പമാണല്ലോ. അപ്പോൾ ഇതുപോലെ നമുക്ക് കെമിക്കൽ ഫോർമുലാസ് എളുപ്പത്തിൽ എഴുതാൻ വേണ്ടി പറ്റും. കെമിക്കൽ ഫോർമുല എഴുതാൻ വേണ്ടി നമ്മൾ അറിയേണ്ടത് വാലൻസിയാണ്. വാലൻസി എന്ന് പറയുമ്പോൾ ഈ നമ്പേഴ്സ് മാത്രമേ വേണ്ടൂ നമുക്ക്, അല്ലാതെ ചാർജ് ഓർക്കണമെന്നില്ല. ചാർജും കൂടി ഒന്നിച്ച് നമ്മളങ്ങ് ഓട്ടോമാറ്റിക്കലി പഠിച്ചു പോകും. കാരണം ഇതൊക്കെ മെറ്റൽസ് ആണ്. മെറ്റൽസ് എല്ലാം പോസിറ്റീവും നോൺ മെറ്റൽസ് എല്ലാം നെഗറ്റീവും ആണെന്ന് നമുക്കറിയാം. ഓക്കെ, നെക്സ്റ്റ് സം ക്വസ്റ്റ്യൻസ്. ഈ ചാപ്റ്ററിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഈ റൈറ്റിംഗ് കെമിക്കൽ ഫോർമുലയ്ക്ക് ശേഷം മോളാർ മാസ്, ആ കാര്യങ്ങളൊക്കെ പുതിയ സിലബസ് പ്രകാരം എക്സ്ക്ലൂഡഡ് ആണ് കേട്ടോ. സിലബസിൽ നിന്നും എക്സ്ക്ലൂഡ് ചെയ്തിട്ടുണ്ട്. റൈറ്റിംഗ് കെമിക്കൽ ഫോർമുല വരെ മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ +2 കെമിസ്ട്രിയിൽ പഠിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് ഡൗൺ ദ ഫോർമുല ഓഫ് സോഡിയം ഓക്സൈഡ്. സോഡിയം ഓക്സൈഡിൻ്റെ ഫോർമുല എഴുതണം. അപ്പോൾ എന്ത് വേണം? സോഡിയം എഴുതുക, ഓക്സിജൻ എഴുതുക. ഓക്കെ, അപ്പോൾ സോഡിയത്തിൻ്റെയും ഓക്സിജൻ്റെയും വാലൻസി നോക്കുക. സോഡിയം Na+ ആണ്, അപ്പോൾ 1 ആണ്. ഓക്സിജൻ നമ്മൾ നേരത്തെ കണ്ടു 2 ആണ്. സോഡിയം 1, ഓക്സിജൻ 2. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. Na2O അല്ലേ? Na2O ആണ്. അലുമിനിയം ക്ലോറൈഡ്. അലുമിനിയം ക്ലോറൈഡിൽ അലുമിനിയം ഉണ്ടാവും, ക്ലോറിൻ ഉണ്ടാവും അല്ലേ? അലുമിനിയത്തിൻ്റെ എത്രയായിരുന്നു? നേരത്തെ നമ്മൾ കണ്ടതാണ് 3 ആണ്. ക്ലോറിൻ്റെ എത്രയായിരുന്നു? NaCl എഴുതുമ്പോൾ പറഞ്ഞതാണ് 1 ആണ്. അപ്പോൾ കണ്ടോ, Al×1 Cl×3, AlCl3. ബാക്കി ആൻസേഴ്സ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക. കറക്റ്റായിട്ട് എഴുതാൻ പറ്റുന്നുണ്ടോ നോക്കുക കേട്ടോ. എല്ലാം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ഒരുപാടെണ്ണം പറഞ്ഞു തന്നു. ഇനി റൈറ്റ് ഡൗൺ ദ നെയിംസ് ഓഫ് കോമ്പൗണ്ട്സ് റെപ്രസെൻറ്റഡ് ബൈ ദ ഫോളോയിങ്. ഈ പേര് കെമിക്കൽ ഫോർമുല കണ്ടു കഴിഞ്ഞാൽ പേരുകൾ എഴുതാൻ അതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ആക്ച്വലി അലുമിനിയം AlSO4 ത്രൈസ് ആണ്. അപ്പോൾ Al ഇവിടെ നമുക്ക് നമ്പറുകളും കാര്യങ്ങളും ഒന്നും വേണ്ട, ഏതൊക്കെ അയോൺസ് അതിനകത്തുണ്ട് എന്ന് അറിഞ്ഞിരുന്നാൽ മാത്രം മതി അല്ലേ. നമുക്കറിയാം അലുമിനിയം അയൺ ഉണ്ട്, പിന്നെ SO4 ആണുള്ളത് അല്ലേ. SO3ഉം SO4ഉം ഉണ്ട് ഇവിടെ. നമുക്കവിടെ SO4 ആണ് വന്നിട്ടുള്ളത്, അപ്പോൾ സൾഫേറ്റ് ആണ്, അലുമിനിയം സൾഫേറ്റ്. ഇനി CaCl2. Ca എന്ന് പറയുമ്പോൾ കാൽസ്യം വന്നു. Cl2 അല്ലെങ്കിൽ Cl എന്ന് വരുന്ന Cl കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം അത് ക്ലോറൈഡാണ്, അപ്പോൾ കാൽസ്യം ക്ലോറൈഡ്. K2SO4. K എന്ന് പറയുമ്പം പൊട്ടാസ്യമാണ്, K എന്ന് പറഞ്ഞാൽ പൊട്ടാസ്യമാണ് കണ്ടോ. SO4 എന്ന് പറഞ്ഞാൽ സൾഫേറ്റ് ആണ്, അപ്പോൾ പൊട്ടാസ്യം സൾഫേറ്റ്. അങ്ങനെ കമ്പയർ ചെയ്ത് എല്ലാത്തിൻ്റെയും പേരുകൾ എളുപ്പത്തിൽ എഴുതാം കേട്ടോ. ഇനി വാട്ട് ഈസ് മെൻ ബൈ ദ ടേം കെമിക്കൽ ഫോർമുല? The chemical formula of a compound means the symbolic representation of the composition of a compound. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. A chemical formula for a molecule is represented by group of
group of symbols of the elements that constitute the molecule and the number of atoms of each element present in one molecule. ഇത് നമ്മൾ ആദ്യം ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞതാണ്. ഓക്കെ, ഇനി ഹൗ മെനി ആറ്റംസ് ആർ പ്രസൻറ്റ് ഇൻ എ H2S മോളിക്യൂൾ. H2S എന്ന മോളിക്യൂളിൽ എത്ര ആറ്റംസ് ഉണ്ടെന്നാണ് ചോദിച്ചത്. 2 ഹൈഡ്രജൻ ആറ്റം ഉണ്ടല്ലേ, 2 ഹൈഡ്രജൻ ആറ്റവും 1 സൾഫർ ആറ്റവും, അപ്പോൾ ടോട്ടൽ 3. ഇനി PO4 3- ആണ്. ഇതൊരു അയോണാണ്. മൈനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തേ അർത്ഥമുള്ളൂ? ഇലക്ട്രോൺ അധികം വന്നിട്ടുണ്ട് എന്ന് മാത്രമേ അർത്ഥമുള്ളൂ അല്ലേ. 3 ഇലക്ട്രോൺ അധികം വന്നിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ ആറ്റം അതിനകത്തേക്ക് വരുന്നില്ലല്ലോ. ഇലക്ട്രോൺസിന് മാത്രമാണ്, അയോൺ ആയി കഴിയുമ്പോൾ ഇലക്ട്രോണിൻ്റെ നമ്പറിൽ മാത്രമാണ് വ്യത്യാസം വരുന്നത്. നമ്പർ ഓഫ് ആറ്റത്തിൽ യാതൊരു വ്യത്യാസവും ഇല്ല. അപ്പോൾ ഇവിടെ ഒരു ഫോസ്ഫറസ് 4 ഓക്സിജൻ 5 ആറ്റമാണ് ടോട്ടലായിട്ടുള്ളത്. ഓക്കെ, ഓക്കെ, ഇനി ടെക്സ്റ്റിൽ ഒരു 4 ക്വസ്റ്റ്യൻ കൂടി നമ്മുടെ സിലബസിൽ ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട്. ബാക്കി അത് NCERT എക്സസൈസിൽ ബാക്കി വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസും സിലബസിൽ നിന്ന് എക്സ്ക്ലൂഡ് ചെയ്ത പോർഷൻസാണ്. ഓക്കെ, ഓരോ ക്വസ്റ്റ്യനായി നോക്കാം. എ സാമ്പിൾ ഓഫ് എ കോമ്പൗണ്ട് ഓഫ് ഓക്സിജൻ ആൻഡ് ബോറോൺ വാസ് ഫൗണ്ട് ബൈ അനാലിസിസ് ടു കണ്ടെയ്ൻ 0.9 gram ഓഫ് ബോറോൺ ആൻഡ് 0.144 gram ഓഫ് ഓക്സിജൻ. കാൽക്കുലേറ്റ് ദ പെർസെൻറ്റേജ് കോമ്പോസിഷൻ ഓഫ് ദ കോമ്പൗണ്ട് ബൈ വെയ്റ്റ്. ഇതിൽ ജസ്റ്റ് മാത്തമാറ്റിക്സ് മാത്രമേ ഉള്ളൂ. ജസ്റ്റ് നമ്മളോട് എത്ര പെർസെൻറ്റേജ് ഉണ്ടെന്ന് മാത്രമാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അതായത് 0.24 ആണ് ടോട്ടൽ ഉള്ളത്. ഈ 0.24ൽ 0.096 ബോറോണും 0.144 ഓക്സിജനുമാണ് ഉള്ളതെങ്കിൽ അത് ഇതിൻ്റെ എത്ര പെർസെൻറ്റേജ് ആണെന്ന് മാത്രമാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ എപ്പോഴും തന്നിരിക്കുന്ന കാര്യങ്ങൾ എടുത്തെഴുതുക. ടോട്ടൽ മാസ്സാണ് 0.24, ബോറോണിൻ്റെയും ഓക്സിജൻ്റെയും മാസ് തന്നിട്ടുണ്ട്. ഇനി പെർസെൻറ്റേജ് കോമ്പോസിഷൻ ഓഫ് കോമ്പൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോറോൺ എത്രയുണ്ട് എന്നറിയണമെങ്കിൽ ബോറോൺ എത്രയുള്ളത്? ബോറോൺ 0.96 gram ആണുള്ളത് അല്ലേ. ഇത് 0.24ൽ എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് നിങ്ങൾക്കിപ്പോൾ ഫിസിക്സിൽ 100ൽ 99 മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഈ ടോട്ടലിൽ 99 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പെർസെൻറ്റേജാണ്? 99% തന്നെയല്ലേ. 100ലായതുകൊണ്ട് 99% തന്നെ. ടോട്ടൽ മാർക്കിൽ എത്ര മാർക്ക് കിട്ടി അല്ലേ, അങ്ങനെയല്ലേ നിങ്ങൾ ചെയ്യാറ്. അതേപോലെ 0.096 എന്ന് പറഞ്ഞാൽ 0.24ൻ്റെ എത്ര പെർസെൻറ്റേജ് എന്നാണ്, എത്ര ശതമാനം അതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക? നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് ഡിവൈഡഡ് ബൈ ടോട്ടൽ മാർക്ക് അല്ലേ, ഇൻറ്റു 100 എന്ന് നമ്മൾ ചെയ്യണം. പെർസെൻറ്റേജ് ആകുമ്പം ഇൻറ്റു 100 എന്ന് ചെയ്യണം. അതായത് ഇവിടെ നിങ്ങൾക്ക് 99 മാർക്കാണ് കിട്ടിയതെങ്കിൽ 99 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു 100, അങ്ങനെയാണ് 99% എന്ന് ആൻസർ വരുന്നത്. അതേ പ്രൊസീജിയറാണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത് കേട്ടോ. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 40%ഉം 60%ഉം ആൻസറായിട്ട് കിട്ടും. ഓക്കെ, ജസ്റ്റ് ഇത്ര മാത്രമേ ഉള്ളൂ. രണ്ടാമത് ചെയ്യുമ്പം 0.144 0.24ൻ്റെ എത്ര പെർസെൻറ്റേജ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. When 3 gram of carbon is burned in 8 gram of when 3 gram of carbon is burned in 3 gram of oxygen, 11 gram of carbon dioxide is formed. 3 gram കാർബൺ ബേൺ ചെയ്യുമ്പോൾ, ബേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയാക്ഷൻ വിത്ത് ഓക്സിജൻ ആണല്ലേ. 3 gram കാർബണും 8 gram ഓക്സിജനും കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ, ബേൺ ചെയ്ത് കഴിഞ്ഞാൽ 11 gram കാർബൺ ഡയോക്സൈഡാണ് ഉണ്ടാവുന്നത്. Okay, what mass of carbon dioxide will be formed when 3 gram of carbon is burned in 50 gram of oxygen? അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് 3 gram കാർബണിൻ്റെ കൂടെ 8 gram ഓക്സിജൻ റിയാക്ട് ചെയ്യുമ്പോഴാണ് 11 gram കാർബൺ ഡയോക്സൈഡ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ വീണ്ടും നമുക്ക് 3 gram തന്നെ തന്നിട്ടുള്ളൂ. അതിൻ്റെ കൂടെ 50 gram ഓക്സിജൻ തന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് കാര്യമില്ല അല്ലേ. എന്തേ പറ്റൂ? 8 gram ഓക്സിജന് മാത്രമേ ഇതുമായി കമ്പൈൻ ചെയ്യാൻ പറ്റുള്ളൂ. ആ ഒരു ഫിക്സ്ഡ് പ്രൊപ്പോർഷൻ്റെ കാര്യം നമ്മൾ പഠിക്കുന്നില്ലേ. അപ്പോൾ 3 ഗ്രാമിൻ്റെ കൂടെ 8 gram ഓക്സിജൻ മാത്രമേ കമ്പൈൻ ചെയ്യുള്ളൂ. അതിൽ കൂടുതൽ പ്രൊവൈഡ് ചെയ്താലും ആ റിയാക്ഷൻ നടക്കൂല. ഓക്കെ, അതായത് അതായത് കാർബൺ ഡയോക്സൈഡ് എടുത്തു കഴിഞ്ഞാൽ കാർബണിൻ്റെയും ഓക്സിജൻ്റെയും മാസ് റേഷ്യോ എന്ന് പറഞ്ഞാൽ ഒരു ഫിക്സ്ഡ് റേഷ്യോ ആണല്ലേ, ബൈ മാസ്. ആ റേഷ്യോ പ്രകാരം മാത്രമേ ബേണിംഗ് നടക്കുള്ളൂ. ഓക്കെ, വേണമെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. കാർബണിൻ്റെ അറ്റോമിക് മാസ് 12ഉം ഓക്സിജൻ്റെത് 16ഉം ആയിരുന്നല്ലോ.
16. അപ്പോൾ 2 ഓക്സിജൻ ഉണ്ട്. 16 × 2. അപ്പോൾ 6 2s are 12. 6/16 എന്ന് പറയുമ്പോൾ 3 2s are 6, 8 2s are 16. നിങ്ങൾക്ക് 3:8 എന്ന് ആൻസർ ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ 3:8 തന്നെയാണ് കാർബൺ ഡൈ ഓക്സൈഡിലുള്ള കാർബണിൻ്റെയും ഓക്സിജൻ്റെയും മാസ് റേഷ്യോ. അപ്പോൾ അത് ഫോളോ ചെയ്യുന്ന രീതിയിൽ മാത്രമേ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് എത്ര കൂടുതൽ ഓക്സിജൻ പ്രൊവൈഡ് ചെയ്തിട്ടും കാര്യമില്ല. എന്ത് മാത്രമേ നടക്കൂ? 3 ഗ്രാം കാർബൺ മാത്രമേ ഉള്ളൂ എങ്കിൽ 8 ഗ്രാം ഓക്സിജൻ മാത്രമേ റിയാക്ട് ചെയ്യുള്ളൂ. അതേസമയം 3 ഗ്രാമിന് പകരം ഒരു 6 ഗ്രാം ഉണ്ടായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരിക്കും? 8 × 2, 3 × 2 6, അപ്പോൾ 8 × 2 16. അത്രയും ഓക്സിജൻ കൂടി യൂസ് ചെയ്തേനെ കേട്ടോ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ആൻസർ നിങ്ങൾ വായിച്ച് നോക്കുക. ഞാൻ ഈ പറഞ്ഞത് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ്, വാട്ട് ആർ പോളി അറ്റോമിക് അയോൺസ്? ഗിവ് എക്സാമ്പിൾ. ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നുമില്ല. പോളി അറ്റോമിക് അയോൺസ് ആർ അയോൺസ് ദാറ്റ് കണ്ടെയ്ൻ മോർ ദാൻ 1 ആറ്റം. ആൻസർ നിങ്ങൾക്ക് ഇതിലേതെങ്കിലും എഴുതാം. ഇത് പഠിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ പോളി അറ്റോമിക് അയോണിന് നമ്മുടെ മുമ്പ് കാണിച്ച ടേബിൾ ഉണ്ടല്ലോ, അതിൽ സിമ്പിളായ അയോൺസ് പഠിച്ചു വെക്കുക കേട്ടോ. ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം. ഇപ്പോൾ OH- ഒക്കെ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മനസ്സിലുള്ള അയോണാണ്. ഓക്കെ, ദെൻ ഓക്കെ, റൈറ്റ് ദ കെമിക്കൽ ഫോർമുല ഓഫ് ദ ഫോളോയിങ്. ഇതിൻ്റെയൊക്കെ കെമിക്കൽ ഫോർമുല എഴുതാനാണ്. ഇത് നിങ്ങളൊന്ന് സ്വന്തമായി ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇത് ചെയ്യുമ്പോഴേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം? ഏകദേശം ദിവസേന വായിക്കുക ആ ടേബിൾ, അതായത് വാലൻസിയുടെ ടേബിൾ. എന്നിട്ട് വാലൻസി ബൈ ഹാർട്ട് ചെയ്യുക. എന്നിട്ട് ഞാൻ പറഞ്ഞ പോലെ മെഗ്നീഷ്യം ക്ലോറൈഡ് എന്ന് പറയുമ്പോൾ മെഗ്നീഷ്യം ഉണ്ടാവും, ക്ലോറിൻ ഉണ്ടാവും അല്ലേ? പേര് നോക്കിയിട്ട് തന്നെ എലമെൻസിനെ എഴുതുക. മെഗ്നീഷ്യം ഉണ്ട്, ക്ലോറിൻ ഉണ്ട്. മെഗ്നീഷ്യത്തിൻ്റെ വാലൻസി 2 ആണ്, ക്ലോറിൻ്റെ വാലൻസി 1 ആണ്. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. Mg × 1 Cl × 2 മെഗ്നീഷ്യം ക്ലോറൈഡ്. അതുപോലെ ബാക്കിയെല്ലാം എഴുതുക കേട്ടോ. പിന്നെ ഇവിടെ കാൽസ്യം ഓക്സൈഡ് വരുന്ന സമയത്ത് കാൽസ്യത്തിൻ്റെ വാലൻസിയും 2 ആണ്, ഓക്സിജൻ്റെ വാലൻസിയും 2 ആണ് കേട്ടോ. കാൽസ്യം ഓക്സൈഡ് എടുക്കാം. കാൽസ്യത്തിൻ്റെ വാലൻസിയും 2, ഓക്സിജൻ്റെ വാലൻസിയും 2. അങ്ങോട്ടും ഇങ്ങോട്ടും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? Ca2O2 എന്ന് കിട്ടും. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ ഇവിടെയും 2 അല്ലേ, ഇവിടെ ഇപ്പം 2 4 അങ്ങനെ നമുക്ക് കോമൺ ആയിട്ട് ഒരു ഫാക്ടർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ ആണെങ്കിൽ അതിന് നമുക്ക് ഡിവൈഡ് ചെയ്ത് സിമ്പിൾ ഫോമിലാക്കാം. അതായത് ഇതിന് രണ്ടിനെയും ഞാൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് CaO എന്ന് എഴുതാം. അതായത് ഇപ്പോൾ XY 2 6 ഇങ്ങനെയാണ് കിട്ടിയെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതിന് നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാലോ. എന്ത് കിട്ടും? XY3 എന്ന് കിട്ടും. അങ്ങനെ നമുക്കൊരു കോമൺ നമ്പർ വെച്ച് ഡിവൈഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇവിടെ CaO എന്ന് മാത്രമേ വരുള്ളൂ, Ca2O2 എന്ന് എഴുതേണ്ടതില്ല. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഗിവ് ദ നെയിംസ് ഓഫ് ദ എലമെൻറ്റ്സ് പ്രസൻറ്റ് ഇൻ ദ ഫോളോയിങ് കോമ്പൗണ്ട്സ്. ക്യുക്ക് ലൈം നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. ക്യുക്ക് ലൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാൽസ്യം ഓക്സൈഡാണ് കേട്ടോ. അപ്പോൾ കാൽസ്യം ഓക്സൈഡിൻ്റെ പേരാണ് ക്യുക്ക് ലൈം. കോമൺ നെയിമാണ് ക്യുക്ക് ലൈം, കെമിക്കൽ നെയിം കാൽസ്യം ഓക്സൈഡ്. അപ്പോൾ കാൽസ്യവും ഓക്സിജനും ഉണ്ട്. ഹൈഡ്രജൻ ബ്രോമൈഡിലാണെങ്കിൽ അത് പറയുമ്പോൾ തന്നെ അറിയാലോ, ഹൈഡ്രജനും ബ്രോമിനും ഉണ്ട്. ബേക്കിംഗ് പൗഡർ ചെറിയ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ബേക്കിംഗ് പൗഡറിൻ്റെ കെമിക്കൽ ഫോർമുല NaHCO3 ആണ്. അപ്പോൾ ഇനി നോക്കി പറഞ്ഞാൽ മതി. Na ഫോർ സോഡിയം, H ഫോർ ഹൈഡ്രജൻ, C ഫോർ കാർബൺ, O ഫോർ ഓക്സിജൻ. പൊട്ടാസ്യം സൾഫേറ്റ്. പൊട്ടാസ്യം സൾഫേറ്റ് എന്ന് പറയുമ്പം പൊട്ടാസ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ K, പൊട്ടാസ്യം ഉണ്ട്, സൾഫർ ഉണ്ട്. ഇത് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അത് മാത്രമേ ഉള്ളൂ എന്ന് പറയേണ്ടി വരും. പക്ഷേ സൾഫേറ്റ് ആയതുകൊണ്ട് നമ്മൾ ഓർമ്മിക്കുന്നില്ലേ, സൾഫേറ്റ് എന്ന് എഴുതുന്നത് എപ്പോഴാണ്? SO4 വരുമ്പോൾ അല്ലേ. അപ്പോൾ അതിനകത്ത് ഓക്സിജനും ഉണ്ട്. ഓക്കെ, അപ്പോൾ ആറ്റംസ് ആൻഡ് മോളിക്യൂൾ എന്ന ചാപ്റ്ററിലെ എല്ലാ ക്വസ്റ്റ്യൻസും കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഹെൽപ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. താങ്ക് യു സോ മച്ച് മൈ ഡിയർ ചിൽഡ്രൻ.